ഹലോ ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് വണ്ണിലെ അഞ്ചാമത്തെ യൂണിറ്റ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിലെ ഫോക്കസ് ഏരിയ പോയിന്റ്സ് ഏതൊക്കെ ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് വൺ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, തേർഡ് വൺ ഫ്രിക്ഷൻ ആൻഡ് ദ ഫോർത്ത് വൺ സർക്കുലർ മോഷൻ. ഈ 4 പോയിന്റ്സ് ആണ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഇൻ ദ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് നീങ്ങാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഈ ടോപ്പിക്കിനെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ക്വാണ്ടിറ്റി മൊമെൻറ്റം. മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. ഒരു ഓബ്ജക്റ്റിൻ്റെ മാസിനെ അതിൻ്റെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റീനെയാണ് മൊമെൻറ്റം എന്ന് പറയാം. ഓർ മൊമെൻറ്റം ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ ഓഫ് എ സിസ്റ്റം, ഓർ ഇറ്റ് ഈസ് എ എബിലിറ്റി ടു ഇംപാർട്ട് മോഷൻ ടു അതർ ബോഡി. ഒരു വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് മോഷനെ വിളിക്കണ പേരാണ് മൊമെൻറ്റം. ഒരു സൈക്കിൾ 20 km/h സ്പീഡിൽ വന്നിടിച്ചാലും ഒരു ലോറി 20 km/h സ്പീഡിൽ വന്നിടിച്ചാലും ഉണ്ടാകുന്ന എഫക്റ്റിൻ്റെ ഡിഫറൻസ് അതെന്താണോ അതിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയണത്. അല്ലെങ്കിൽ ഇറ്റ്സ് എ എബിലിറ്റി ടു ഇംപാർട്ട് മോഷൻ ടു അതർ ബോഡി. ഒരു വസ്തുവിനെ ഇടിച്ചു തെറിപ്പിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ മറ്റൊരു വസ്തുവിനുള്ള എബിലിറ്റി, അതിനെ വിളിക്കണ പേരാണ് മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റം ഈസ് ഗിവൺ ആസ് P = mv. മാസ് ഇൻറ്റു വെലോസിറ്റി, അതാണ് മൊമെൻറ്റം. ഇഫ് ടു ബോഡീസ് ഓഫ് അൺഈക്വൽ മാസസ് ആൻഡ് വെലോസിറ്റീസ് ഹാവ് സെയിം മൊമെൻറ്റം, രണ്ട് അൺഈക്വൽ മാസസ്, രണ്ട് വെലോസിറ്റികൾ അവർക്ക് സെയിം മൊമെൻറ്റം ആണെങ്കിൽ P1 = P2, ദാറ്റ് മീൻസ് m1 v1 = m2 v2. അതിൽ നിന്ന് നമുക്ക് റിലേഷൻ കിട്ടും m1/m2 = v2/v1. For bodies of same momenta, their velocities are inversely proportional to their masses. ആ പോയിന്റ് പറയാൻ സിമ്പിളാണ്. മാസ് കൂടുന്തോറും അതിൻ്റെ വെലോസിറ്റി കുറയും സെയിം മൊമെൻറ്റം ആണെങ്കിൽ. ഓക്കെ, ഇനി മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് നമുക്ക് അവിടുന്ന് പറയാം. മൊമെൻറ്റം ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ, മാസിൻ്റെ ഡയമെൻഷൻ m, വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ Lt⁻⁻1. സോ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ mLt⁻⁻1. മൊമെൻറ്റം ഇസ് എ വെക്റ്റർ ബിക്കോസ് വെലോസിറ്റി ഇസ് എ വെക്റ്റർ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ മൊമെൻറ്റം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇമ്പൾസ്. ഇമ്പൾസ് of a constant force acting over a time is a product of force and time interval for which it acts. Impulse എന്ന് പറഞ്ഞാൽ a large amount of force acting in a small interval of time. വളരെ ചെറിയ സമയത്തിൽ ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കണ പേരാണ് ഇമ്പൾസ്. ആ ഫോഴ്സിനെ വിളിക്കണ പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഒരാളുടെ മുഖത്ത് ഒരു സഡൻ പഞ്ചാണോ അതോ മുഴുവൻ ശക്തി എടുത്ത് അയാളുടെ മുഖത്ത് പ്രസ് ചെയ്യണതാണോ കൂടുതൽ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഒരു സഡൻ പഞ്ചാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ നമുക്കറിയാം. കാരണം അവിടെ സമയം കുറവാണ്, അപ്പോൾ എഫക്റ്റ് കൂടും. ഇമ്പൾസ് J = F × T. The impulsive force or impulse of force F acting over a time interval T is defined by the integral F dot dt. J = 0 to T F dot dt. The impulse of a force is the area under force time graph. നമുക്കറിയാം, ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ്.
ഏരിയ കാണുക എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ഇൻറ്റു എക്സ് കോർഡിനേറ്റ്. ഇമ്പൾസ് ഈസ് ഫോഴ്സ് ഇൻറ്റു ടൈം. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആയിരിക്കും. A variable force acting for a short interval of time, then the impulse can be measured as J equal to F average into dt. വേരിയബിൾ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡി ടി ആയിരിക്കും ഇമ്പൾസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അതിൻ്റെ ഇക്വേഷൻ നോക്കൂ. F is proportional to delta P by delta T or F is proportional to dP by dt. Something divided by time, അതിനെ നമ്മൾ വിളിക്കുന്ന ടേം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ന്യൂമറേറ്റർ. സോ ഈ ഇക്വേഷൻ നോക്കി വായിച്ചാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആയി മാറും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം of a body is directly proportional to the applied force and change in momentum will take place in the direction of force. Rate of change of momentum of a body is directly proportional to external force applied and change in momentum will take place in the direction of force. Equation സ്ക്രീനിലുണ്ട്. F is equal to K into delta P by delta T. Delta means small. Delta T tends to 0. Delta T വളരെ 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 ചെറുതാണെങ്കിൽ ഡി പി ബൈ ഡി ടി എന്നുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാം ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിക്ക് പകരം. സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഇൻ എസ് ഐ സിസ്റ്റം കെ ഈക്വൽ ടു 1. പി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു എം വി. സോ ഡി പി ബൈ ഡി ടി ക്യാൻ ബി റിട്ടൺ ആസ് ഡി ബൈ ഡി ടി ഓഫ് എം വി. എമ്മിനെ പുറത്തെടുക്കാം എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. എമ്മിനെ പുറത്തെടുക്കണമെങ്കിൽ എം ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. സോ ഇൻ ദ കേസ് ഓഫ് കോൺസ്റ്റൻറ്റ് മാസ് എമ്മിനെ പുറത്തെടുക്കാം. അപ്പോൾ ഇക്വേഷൻ വരും എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. സോ എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇത് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയി വരികയാണെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ നമുക്ക് ഊഹിക്കാം. എക്സ്പ്ലെയിൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫ്രം ദിസ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ്. സോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി എഫ് ഇസ് ഈക്വൽ ടു എം എ. നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇൻ എസ് ഐ സിസ്റ്റം ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് is defined as the force that causes an acceleration of 1 meter per second square to a mass of 1 kilogram. This unit is known as Newton. 1 Newton equal to 1 kilogram meter per second square. നമുക്കറിയാം F is equal to ma. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എസ് ഐ സിസ്റ്റത്തിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. സി ജി എസ് സിസ്റ്റത്തിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഡൈൻ. അവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. ഫോഴ്സ് അത് സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ബിക്കോസ് acceleration is a vector. F is equal to ma. ആക്സിലറേഷൻ വെക്ടർ ആണ്, അതുകൊണ്ട് തന്നെ ഫോഴ്സ് വെക്ടർ ആണ്. ആക്സിലറേഷൻ വെക്ടർ ആവാൻ കാരണം വെലോസിറ്റി വെക്ടർ ആണ്. വെലോസിറ്റി വെക്ടർ ആവാൻ കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്ടർ. ഓക്കെ, ഏത് ക്വാണ്ടിറ്റി വെക്ടർ ആണെങ്കിലും അതിന് ഡയറക്ഷൻ ഉണ്ടാവും എന്നുള്ള ഐഡിയ നമുക്കറിയാം. സോ ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ ml⁻⁻². ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം ഓർ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് F is equal to ma. ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് F into T. അതാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ma into T. എ എന്ന് പറഞ്ഞാൽ v - u / T.
അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും J equal to m into v minus u divided by t into t. T cancel ആവും m into v minus u. That is impulsive force J equal to mv minus mu. mv is final momentum of the body. mu is initial momentum of the body. So, impulse equal to final momentum minus initial momentum. That means impulse is change in momentum. Okay. So, impulse എന്ന് പറഞ്ഞാലും change in momentum എന്ന് പറഞ്ഞാലും സെയിം ക്വാണ്ടിറ്റി ആണ്. സോ ഐഡൻറ്റിഫൈ ദ പെയർസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൽ വരാൻ സാധ്യതയുള്ള ഒരു പെയറാണ് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. ഓക്കെ, സോ നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് എ ബോഡി during the time interval is equal to the impulse of the force acting during the same interval of time. This is called principle of impulse and momentum. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഇവിടെ നമുക്കറിയാതെ വരണ ഒരു സംശയം ആണ്, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡി ടി ആണ്. സോ ഡി ടി കൂടിയാൽ ഇമ്പൾസ് കൂടല്ലേ ചെയ്യാൻ. ഇമ്പൾസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, ലാർജ് ഫോഴ്സ് ആക്ടിങ് ഇൻ എ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം. സമയം കൂടിയാൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കുറയും, അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ എഫക്റ്റ് കുറയും എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇക്വേഷൻ നോക്കിയപ്പോൾ ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. സോ ടൈം കൂടുമ്പോൾ ഇമ്പൾസ് കൂടല്ലേ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം അവിടെ വരാം. അവിടുത്തെ പ്രശ്നം ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാക്കുന്നതിനാവശ്യമായ സമയം, അതിനെയാണ് ഡി ടി എന്ന് പറയാം. സോ ഡി ടി കൂടുകയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കുറേ സമയം എടുത്തിട്ടായിരിക്കും സംഭവിക്കാം. സോ ടൈം കൂടുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം വളരെ പതുക്കെയാണ് സംഭവിക്കണമെങ്കിൽ ഫോഴ്സ് കുറയും, അപ്പോൾ ഇമ്പൾസ് കുറയാണ് ചെയ്യാം. സോ ഡി ടി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സമയം ആണ് ഡി ടി. സോ ആ സമയം കൂടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് കുറയും, ഇമ്പൾസ് കുറയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ചെറിയ സമയത്ത് വലിയ ഫോഴ്സ് ആക്ട് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുക. ഓക്കെ, ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. കൺസർവേഷൻ മീൻസ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് എന്നാണ് കൺസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് കൺസർവേഷൻ്റെ മലയാളം വേർഡ്. ഓക്കെ, സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഉറപ്പിക്കാം, മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ അതിൻ്റെ കേസ് നമുക്ക് നോക്കാം. Second and third laws of motion lead to an important consequence, the law of conservation of momentum. According to the law of conservation of linear momentum, in the absence of external force, the total linear momentum of an isolated system remains constant. Force present allengil, external force present allengil, ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ വിളിക്കണ പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഫ്രം ദ പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം, ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് J ഈക്വൽ ടു mv minus mu. If J equal to 0, then mv minus mu equal to 0 or mv equal to mu. mv എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം, കാരണം v ഫൈനൽ വെലോസിറ്റിയാണ്. mu എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം, കാരണം u ഇനീഷ്യൽ വെലോസിറ്റിയാണ്. സോ ഹിയർ ഫൈനൽ മൊമെൻറ്റം ഈക്വൽ ടു ഇനീഷ്യൽ മൊമെൻറ്റം. ദാറ്റ് മീൻസ് മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. If there is no external force,
momentum of a system remains constant. That is law of conservation of momentum. Law of conservation of momentum proof. The force acting on one body is equal in magnitude and opposite in direction to the force acting on the other body. രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഒരു വസ്തുവിനുണ്ടാകുന്ന ഫോഴ്സ് F1 അടുത്ത ഓബ്ജക്റ്റിനുണ്ടാകുന്ന ഫോഴ്സ് F2 ആണെങ്കിൽ F1 ഇസ് ഈക്വൽ ടു മൈനസ് F2. ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഒന്ന് ആക്ഷനും അടുത്തത് റിയാക്ഷനും ആയിരിക്കും. So here F1 equal to mass of the body B into acceleration of the body B. Force is mass into acceleration. That is m2 into v2 minus u2 divided by t. അതേപോലെ F2 എന്ന് പറഞ്ഞാൽ mass of the body A into acceleration of the body A. That is m1 into v1 minus u1 divided by t. F1 equal to minus F2, that is m2 into v2 minus u2 divided by t equal to minus m1 into v1 minus u1 divided by t. T cancel ആയി പോവും. m2 into v2 minus u2 equal to minus m1 into v1 minus u1. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തത് മുഴുവൻ ഇനീഷ്യൽ ആണ്. കാരണം u1 u2 എന്നുള്ള ടേമുകളാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളതെല്ലാം ഫൈനൽ കേസുകളാണ്. കാരണം v1 ആൻഡ് v2. സോ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് കാണാം ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം, റൈറ്റ് സൈഡിൽ ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം. സോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഇമ്പാക്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റത്തിന് മാറ്റം ഇല്ല. മീൻസ് ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. ഫ്രിക്ഷൻ. The property by virtue of which the relative motion between two surfaces in contact is opposed is known as friction. കോണ്ടാക്റ്റിലിരിക്കുന്ന രണ്ട് സർഫസുകൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെ ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. Frictional forces are tangential to the surface developed between the two surfaces in contact so as to oppose their relative motion. Frictional forces are self-adjusting force acting tangential to the surface. ഫ്രിക്ഷനെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഈ മൂന്ന് കേസുകളിൽ ഏറ്റവും വലിയ ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദെൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ദെൻ റോളിംഗ് ഫ്രിക്ഷൻ. ഏറ്റവും വലിയ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അത് കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ഏറ്റവും ചെറിയ ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ആണ് ഏറ്റവും ചെറിയ ഫ്രിക്ഷൻ. അതുകൊണ്ടാണ് ടയറുകളുടെ ഷേപ്പ് സർക്കുലറായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ടേബിൾ നോക്കൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, ദെൻ റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, ദെൻ റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നുള്ളതിനെ ജനറലായി കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കണേ. ദെൻ രണ്ട് ഓബ്ജക്ട്സ് അല്ലെങ്കിൽ രണ്ട് സർഫസുകൾ റെസ്റ്റിലിരിക്കുമ്പോൾ അവിടുത്തെ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ട് ഓബ്ജക്റ്റുകൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ സംഭവിക്കുമ്പോൾ അവിടുത്തെ ഫോഴ്സ് ഒന്നുകിൽ കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ. ഒരു ടേബിളിന് മുകളിൽ 5 കിലോഗ്രാം ഉള്ള ഒരു വസ്തു വെറുതെ വച്ചിരുന്നാൽ
ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഒരു ഫ്രിക്ഷനും ആക്ട് ചെയ്യുന്നില്ല. ഒരു ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ആവുക. ഒരു ഓബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു തരത്തിലുള്ള മൂവിങ് ഫോഴ്സും അപ്ലൈ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ ആവശ്യമായ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ ഫ്രിക്ഷൻ പ്രസൻറ്റ് ആവില്ല. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ ഫ്രിക്ഷൻ പ്രസൻറ്റ് ആവുക. ഓക്കെ, സോ 3 തരം ഫ്രിക്ഷൻ: സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാം. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. The magnitude of limiting static friction is independent of the area of contact. When the normal reaction between the surfaces remains same. Limiting friction means the maximum value of frictional force that can be produced by a surface. ഒരു സർഫസിന് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ചെയർ ഒക്കെ ഫ്ലോറുമായി എത്ര ഏരിയയിൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ ഒരു ഏരിയയിലാണ് അത് കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കുക. എങ്കിലും ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷൻ വലുതായിരിക്കും. So, the limiting friction is independent of area of contact. But the limiting friction is directly proportional to normal reaction N. Frictional force is directly proportional to normal reaction. Normal reaction എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് apparent weight. മീൻസ് ഒരു ഓബ്ജക്റ്റിൻ്റെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന വെയ്റ്റിനെയാണ് നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ അപ്പാരൻ്റ് വെയ്റ്റ് എന്ന് വിളിക്കാം. ഫ്രിക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഓർ അപ്പാരൻ്റ് വെയ്റ്റ്. 100% ഉറപ്പല്ലേ? വളരെ വെയ്റ്റ് കുറഞ്ഞ് അല്ലെങ്കിൽ വളരെ മാസ് കുറഞ്ഞ് വലിയ ഒരു ഓബ്ജക്റ്റ് ഒരു സർഫസിലിരിക്കണോ, ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ ആ ഓബ്ജക്റ്റ് നീങ്ങിപ്പോവും. ഭാരം കൂടിയ ഒരു വസ്തുവിനെ സെയിം ഫോഴ്സ് കൊടുത്താൽ ചിലപ്പോൾ ഏരിയ കുറവാണെങ്കിലും ആ ഓബ്ജക്റ്റ് നീങ്ങിപ്പോകണം എന്ന് നിർബന്ധം ഇല്ല. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഒരു പാക്കറ്റ് കോട്ടണും ഒരു പാക്കറ്റിൽ സ്റ്റീൽ ബ്ലോക്കുകളും ഒരു സർഫസിൽ കൊണ്ടുപോയി വെച്ച് സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കേസ് ആലോചിച്ചാൽ വളരെ സിമ്പിളായി ഈ പറഞ്ഞ ഐഡിയ നമുക്ക് കിട്ടും. സോ വി ഗോട്ട് എ ന്യൂ റിലേഷൻ. FMS is equal to mu s into n. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് mu s into നോർമൽ റിയാക്ഷൻ. സ്ക്രീനിൽ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. W equal to mg, then n normal reaction, frictional force and applied force. ഈ ഫിഗറിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊരു ഫാക്ടർ, mg എന്ന് പറഞ്ഞ ആക്ഷൻ്റെ റിയാക്ഷൻ അല്ല നോർമൽ റിയാക്ഷൻ. mg എന്ന് പറഞ്ഞ ആക്ഷൻ്റെ റിയാക്ഷൻ അല്ല നോർമൽ റിയാക്ഷൻ. ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകൾ മാത്രമാണ്. ആ സ്ക്രീനിൽ കൊടുത്ത ബ്ലോക്ക് ഭൂമിയിലേക്ക് ആക്ട് ചെയ്യണ ഫോഴ്സ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എർത്ത് ആ ഓബ്ജക്റ്റിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് വലിക്കണ ഫോഴ്സ്, അതാണ് mg. അത് നമ്മൾ ആക്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഭൂമി ബ്ലോക്കിനെ താഴേക്ക് വലിക്കണ ഫോഴ്സാണ് mg. അതുപോലെ ബ്ലോക്ക് ഭൂമിയെ മുകളിലേക്ക് വലിക്കും വിത്ത് സെയിം ഫോഴ്സ് mg. അതാണ് mgയുടെ റിയാക്ഷൻ. ഒരിക്കൽ കൂടെ, എർത്ത് ബ്ലോക്കിനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നു mg, ബ്ലോക്ക് എർത്തിനെ മുകളിലേക്ക് വലിക്കുന്നു mg. അത് രണ്ടും ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ്. അതേപോലെ
അവിടെയുള്ള സർഫസ് ആ ബ്ലോക്കിനെ മുകളിലേക്ക് തള്ളുന്നു, അതാണ് ആർ. അതിൻ്റെ റിയാക്ഷൻ ആ ബ്ലോക്ക് സർഫസിനെ താഴേക്ക് തള്ളുന്നു, അതാണ് അവിടുത്തെ റിയാക്ഷൻ. നമ്മൾ ഇവിടെ കൊടുത്ത mg എന്ന് പറയണത് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. It has a constant value depending on the nature of two surfaces in contact. രണ്ട് സർഫസുകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് കൈനറ്റിക് ഫ്രിക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കുട്ടി ഗ്രാനൈറ്റ് പതിച്ച നിലത്തൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ഫസ്റ്റ് കേസ്. സെയിം ഗ്രാനൈറ്റ് പതിച്ച ഫ്ലോറിലൂടെ അതേ കുട്ടി ഓടുന്നു, ആ ഫ്ലോറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം. ഈ രണ്ട് കേസുകളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. സോ കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സർഫസ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ Fk equal to mu k into n, where the constant of proportionality mu k is called coefficient of kinetic friction. സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ ഉപയോഗിച്ച കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷനിൽ ഉപയോഗിച്ച കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സോ Fk is less than Fms. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക്കിനേക്കാൾ ചെറിയ വാല്യൂ ആണ് ഉണ്ടാവുക. Fk is less than Fms. The kinetic friction between two surfaces is independent of relative velocity between the surfaces. Okay, സർഫസുകളുടെ റിലേറ്റീവ് വെലോസിറ്റിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ് kinetic friction. And the third one, rolling friction. It is less than sliding friction. So, mu rolling is less than mu sliding. ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും കണക്ട് ചെയ്യുന്ന ഗ്രാഫ് നോക്കുക. അതിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നുള്ള ഏരിയ ഒരു ഇൻക്ലൈൻ ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നേരത്തെ പറഞ്ഞ സെൻറ്റൻസ്. ഫ്രിക്ഷൻ ഇസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് കൂടുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിക്കൂടി വരും അപ് ടു ഇറ്റ്സ് മാക്സിമം വാല്യൂ കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതുവരെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. ദെൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, മൂന്ന് കേസുകളുടെയും ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ കൃത്യമായി നോക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. സർക്കുലർ മോഷൻ. മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. 3 forces act on the car. First one, mg, its weight. Second one, normal reaction. And third one, frictional force. If there is no acceleration in the vertical direction, then n equal to mg. Vertical directionil acceleration illengil n equal to mg. Fs equal to mu s into n, or Fs equal to mu s into mg. Static friction provides the centripetal force. Centripetal force in the equation namakkariyam mv square by r. When a vehicle is moving through a circular track, the component of friction will provide necessary centripetal force. ബൈക്ക് റേസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടറാണ് ഒരു ടേണിങ്ങിലെത്തുമ്പോൾ ഡ്രൈവർ സെൻറ്ററിലേക്ക് ചെരിയും. ബൈക്ക് ഓടിക്കുന്ന വ്യക്തി സെൻറ്ററിലേക്ക് ചെരിഞ്ഞിട്ടാണ് ആ ബൈക്കിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുക. മീൻസ് സെൻറ്ററിലേക്ക് ചെരിയും തോറും അദ്ദേഹത്തിന് ബാലൻസ് കൂടിക്കൂടി വരുന്നതാണ്. സോ when a vehicle moving through a circular track, centripetal force will provide necessary friction. So mv square by r less than or equal to mu s into mg. So maximum value should be equal to, otherwise it is less than.
mv square by r is less than or equal to mu s into mg. അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും v square is less than or equal to mu s into rg, or v is less than or equal to root of mu s into rg. The next case, motion of a car on a banked road. In order to avoid skidding while going around a curved path, the outer edge of the road is raised above the level of the inner edge. This is known as banking of curved road or track. ബാങ്കിങ്ങിൻ്റെ ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ നോക്കാം. n cos theta equal to mg plus f sin theta. n cos theta equal to mg plus f sin theta. The centripetal force provided by the horizontal components of n and f. n sin theta plus f cos theta equal to mv square by r. ഫിഗർ ഒരിക്കൽ കൂടെ നോക്കുക. നോർമൽ റിയാക്ഷൻ എന്ന വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വൺ ഈസ് n cos theta in the upward direction, other one n sin theta towards the center of the track. Then f cos theta എന്നുള്ള വാല്യൂ അവിടെ ഓൾറെഡി ഉണ്ട്. n sin theta in the same direction. ഈ രണ്ട് ഫോഴ്സുകളും സെൻറ്ററിലേക്കാണ്. സെൻറ്ററിലേക്കുള്ള ഫോഴ്സിൻ്റെ പേര് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് mv square by r equal to f cos theta plus n sin theta. But the force is less than or equal to mu s into n. For v max, f is equal to mu s into n. n cos theta equal to mg plus mu s into n sin theta. n sin theta plus mu s n cos theta equal to mv square divided by r. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും വി മാക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇതിൻ്റെ ഡെറിവേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി നോക്കാം. When there is no friction, then the equation reduces to VO equal to root rg tan theta. It is called optimum speed of the vehicle on a banked road. Driving at this speed on a banked road will cause little wear and tear of the tires. So it can be taken as the safe speed. ഇനി ഉള്ളത് sample questions. What do you mean by banking of road? Obtain the expression for maximum allowed speed of a vehicle to negotiate a curved banked road without wear and tear of the tires. ഇതിൻ്റെ ആൻസർ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം. Obtain the expression for maximum allowed speed of a vehicle to negotiate a curved banked road with friction. ഇതിൻ്റെ ആൻസറും തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതും നമുക്കറിയാം. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ ക്വസ്റ്റ്യനും ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്, നമുക്കറിയാം. ദെൻ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ഫ്ലാറ്റ് കർവ്ഡ് റോഡ്. V equal to root rg into mu s or root mu s into rg. State law of conservation of linear momentum. In the absence of external force, linear momentum of a system remains constant. ഇത്രയും ആണ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. ഇത്രയും ഏരിയ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.